നമസ്കാരം. കേരളത്തിൽ സ്വർണ്ണവിലയിൽ വൻ കുതിപ്പാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയിലേക്കാണ് ഈ കുതിപ്പ്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഉയരുന്നതിനനുസരിച്ച് കേരളത്തിലും ഉയരുകയായിരുന്നു. ഇന്നത്തെ 1000 രൂപയുടെ വർധനവ് വിവാഹ ആവശ്യങ്ങൾക്ക് ആഭരണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണം വാങ്ങിയവർക്ക് ആശ്വസിക്കാനും വക നൽകുന്നുണ്ട്. കേരളത്തിൽ വിവാഹ സീസൺ ആയതിനാൽ പ്രധാന ജ്വല്ലറികളെല്ലാം വൻ തിരക്കാണ്. അതിനിടെയാണ് ആഗോള വിപണിയിൽ വില കുതിക്കുന്നത്. വില കുതിപ്പ് വിൽപ്പനയ്ക്ക് തിരിച്ചടിയാകില്ല എന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. എങ്കിലും ഉപഭോക്താക്കളുടെ തുടർച്ചയായ ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നുവെന്ന് വ്യാപാരികൾ പറയുന്നുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില സംബന്ധിച്ച് വിവരങ്ങൾ നോക്കാം. കേരളത്തിൽ ഇന്ന് 1 പവൻ സ്വർണത്തിന് 54,600 രൂപയാണ് വില. 960 രൂപയാണ് ഇന്നേക്ക് വർദ്ധിച്ചിരിക്കുന്നത്. ഗ്രാമിന് 120 രൂപ കൂടി 6,825 രൂപയിൽ എത്തിയിട്ടുണ്ട്. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 100 രൂപ വർദ്ധിച്ച് 5,660 രൂപയിലെത്തി. വെള്ളിയുടെ വിലയിൽ 3 രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയത്. 1 ഗ്രാം വെള്ളിയുടെ ഇന്നത്തെ വില 93 രൂപയായിട്ടുണ്ട്. ഇനിയും വില വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ നിരക്ക് 53,360 രൂപയായിരുന്നു. ഏറ്റവും ഉയർന്ന വിലയാണ് ഇന്നത്തേത്. അധികം വൈകാതെ സർവകാല റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില കുതിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ഡോളർ മൂല്യം ഇടിഞ്ഞിട്ടുണ്ട്. രൂപയുടെ മൂല്യം നേരിയ തോതിൽ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. എണ്ണവില ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു കയറി എന്നതും എടുത്തു പറയേണ്ടതാണ്. ആഗോള സ്വർണ്ണവിലയിൽ കഴിഞ്ഞ ദിവസം വരെ ഔൺസിന് $2,500 ആയിരുന്ന വില ഇന്നലെ അത് 2,550 കടന്നു. ഇന്ന് വീണ്ടും കുതിച്ച് $2,567 വില. വ്യാപാരം നടക്കുന്നതിനാൽ നേരിയ ഏറ്റക്കുറച്ചിലുകൾക്ക് സാധ്യതയുണ്ട്. വില ഇത്രയും കുതിച്ചതാണ് കേരളത്തിലും മാറ്റം വരാൻ ഇടയാക്കിയത്. എന്താണ് പൊടുന്നനെ വില ഉയരാൻ കാരണമെന്നാണ് എല്ലാവരും ആശങ്കപ്പെടുന്നത്. അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ഉയർത്താൻ പോവുകയാണ്. നേരത്തെ ഇത് സംബന്ധിച്ച് വിവരങ്ങൾ വന്നിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസമാണ് ഉറപ്പ് ലഭിച്ചിരുന്നത്. ഇതോടെ നിക്ഷേപ പലിശയിൽ നിന്നുള്ള വരുമാനം ഇടിയും. നിക്ഷേപകർ തുക പിൻവലിച്ച് സ്വർണത്തിലേക്ക് തിരിയും. മാത്രമല്ല ഓഹരി വിപണിയിലേക്കും ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർണവും ഓഹരി വിപണിയും സജീവമാകാനാണ് ഇനി സാധ്യത. ഡോളർ സൂചിക 101.04 താഴ്ന്നിട്ടുണ്ട്. ഇന്ത്യൻ രൂപ 83.94 എന്ന നിരക്കിലേക്കാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ബാരലിന് $72.33 പുതിയ വില. ഇന്ന് 1 പവൻ ആഭരണം വാങ്ങുന്നവർക്ക് 60,000 രൂപ വരെ ചിലവ് വന്നേക്കും. പണിക്കൂലി, GST എന്നിവ ചേരുമ്പോഴാണിത്. അഡ്വാൻസ് ബുക്കിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്തി വിലക്കയറ്റ ആശങ്ക ഒഴിവാക്കുന്നതാണ് ഉപയോക്താക്കൾക്ക് ഉചിതം. പ്രധാനപ്പെട്ട അമൂല്യ ലോഹങ്ങളിൽ ഒന്നായ വെള്ളിയുടെ നിരക്കുകളിലും കഴിഞ്ഞ ആഴ്ച വർധനവ് കുറിച്ചിരുന്നു. 1 ഗ്രാം വെള്ളിയുടെ നിരക്കിൽ 0.60 രൂപയുടെ വർധനവായിരുന്നു അന്ന് രേഖപ്പെടുത്തിയത്. ഇതോടെ സംസ്ഥാനത്ത് 1 ഗ്രാം വെള്ളിയുടെ വില 81.60 രൂപയായി വർദ്ധിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. സമാനമായി 8 ഗ്രാം വെള്ളിയുടെ വില 652.80 രൂപയും 10 ഗ്രാം വെള്ളിയുടെ നിരക്ക് 816 രൂപയും 100 ഗ്രാം വെള്ളിയുടെ വില 8,160 രൂപയും 1 കിലോഗ്രാം വെള്ളിയുടെ വില 81,600 രൂപയായും കുറച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചി വിപണിയിൽ 1 ഗ്രാം വെള്ളിയുടെ വില 81 രൂപയായിരുന്നു. എന്നാൽ ഇന്ന് അത് 93 രൂപയായി ഉയർന്നിരിക്കുകയാണ്.